ശ്രീമതി വീണ നായർ, നോക്കൂ, സ്വാധീനവും സമ്പത്തും ഈ ടെക്നിക്കൽ സപ്പോർട്ടും ഒക്കെ ഇതിന് കുടപിടിക്കുന്നു എന്നുള്ളത് ഡോക്ടർ ഷിജു ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സ്വത്തും സമ്പാദ്യവും സമ്മർദ്ദത്തിനുള്ള ശേഷിയും ഒക്കെയുള്ള ആർക്കും എന്ത് അധോലോകവും ഉണ്ടാക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് നമ്മുടെ നാട് എങ്കിൽ ആരോട് ചോദിക്കും? തീർച്ചയായും മാധു, ആരോടും നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. സർക്കാരിനോട് മാത്രമേ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു 2-3 സെന്റൻസ് മാധുവിനെ വായിച്ച് കേൾപ്പിക്കാം. An oft repeated complaint heard was that consumption of alcohol and drugs in workplace in cinema is common. Many acts of sexual harassment had taken place after the consumption of alcoholic beverages or drugs. One witness stated that most of the actors come to the sets after consuming alcohol. Most of them use drugs too. The justification given is that the intoxicant enhances creativity, stated the witness. ഞാൻ ഈ വായിച്ചത് ഏത് റിപ്പോർട്ടിലെ ഭാഗമാണെന്നുള്ളത് മാധുവിന് മനസ്സിലായി കാണും. മാധു ആ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളതാണ്. ഹേമ കമ്മിറ്റി, അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 2017 നമുക്കറിയാം. 19 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 2025 ആയപ്പോഴേക്കും 6 വർഷമായി. മാധു ആലോചിക്കുക, 3-4 വർഷം ഈ റിപ്പോർട്ട് അടവച്ച് ഉറങ്ങുകയായിരുന്നു സർക്കാർ. അതിനുശേഷം മാധ്യമപ്രവർത്തകരടക്കം RTI കൊടുത്ത് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ വീണ്ടും 1.5-2 വർഷത്തോളം ആകുന്നു. ഈ 6 വർഷം മുമ്പ് ഇത്രയും പ്രസക്തമായ കാര്യങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മൊഴികൾ അടക്കം ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു? ഇവിടെ ശ്രീ ഷിജു ഖാൻ പറഞ്ഞു സർക്കാർ ഇവിടെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 1 ദശാബ്ദത്തോളമായിട്ട്, അതായത് 8-9 വർഷമായിട്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ സിനിമാ മേഖല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിൽ മിഠായി പരുവത്തിൽ വരെ ഡ്രഗ്സ് എത്തുന്ന തരത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? അതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഷിജു ഖാന്റെ സർക്കാരിന് മാറി നിൽക്കാൻ സാധിക്കും. ഇത് ഞാനൊരു പൊളിറ്റിക്കലായിട്ട് പറയുന്നതല്ല, ഞാനൊരു അമ്മ എന്നുള്ള നിലയിലുള്ള എൻ്റെ ആശങ്ക പറയാണ്. താമരശ്ശേരിയിൽ ഒരു മകൻ അമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്നിട്ട് ജനിപ്പിച്ച കുറ്റത്തിന് അവരെ കൊന്നു എന്ന് പറഞ്ഞ് പറയാണ് അല്ലേ? ഒരു മോൻ കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷം ചത്ത മീനിന് സമാനമായി കണ്ണ് എന്നൊരമ്മ പറയുന്നത് കേരളം കേട്ടിട്ട് എത്ര ആഴ്ചകളായി കാണും മാധു? എല്ലാ മേഖല, ഇപ്പൊ സിനിമാ മേഖലയെ ഒറ്റപ്പെടുത്തി വലിയ രീതിയിൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയ്ക്ക് കൃത്യമായി അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എത്തുന്ന നായകന്മാർ എന്ന് പറയുന്നത് നല്ല ഐഡൽസ് ആണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഡ്രസ്സ് ധരിക്കുന്നെങ്കിലും അവരുടെ ബിഹേവിയറിലായാലും അവര് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നതും എല്ലാം സിനിമാ താരങ്ങളെ നോക്കിയിട്ടാണ്. അത്തരത്തിൽ റോൾ മോഡൽസ് ആവേണ്ട ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകളെ ആഘോഷിക്കുകയാണ് എങ്കിൽ ആ ആഘോഷം നമ്മുടെ വരുന്ന തലമുറ പകർത്തി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും സിനിമയ്ക്കും സിനിമാ മേഖലയ്ക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ സിനിമയ്ക്കുള്ളിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു നടി പരാതി രഹസ്യമായി പറയുകയും അത് പരസ്യമായി പോവുകയും അതിനുശേഷം എനിക്ക് പരാതിയില്ല, ഞാൻ ചോദിക്കട്ടെ മാധു, ഒരു സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ത്രീയോട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് കിട്ടിയാൽ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട വിഷയത്തിൽ എനിക്ക് പരാതിയില്ല, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, കുടുംബം തന്നെ പറയാണ് ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ സിനിമയ്ക്കുള്ളിലുള്ളത് സിനിമയ്ക്കുള്ളിൽ തീർത്തോളാം. എനിക്കറിയില്ല ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ട്. ഇങ്ങനെയാണ് ഒരു നമ്മുടെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് പോകേണ്ടത്? ഈ രീതിയിലാണോ? കൃത്യമായി പോലീസ് അവിടെ ഇന്റർവീൻ ചെയ്യണ്ടേ? എന്നാലല്ലേ ഇത്തരത്തിലുള്ള പ്രവണതകളെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിനിമയ്ക്ക് അകത്തുള്ള പരാതികൾ സിനിമാക്കാർ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്നുള്ളത് മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിക്കാനിടയായി. അതിനകത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ബീന പോൾ മാഡം പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ്: ദ ഇഷ്യൂ ഓഫ് ഡ്രഗ്സ് ഇൻ ദ ഇൻഡസ്ട്രി ഈസ് ഫാർ ഫ്രം സിമ്പിൾ as it involves a complex nexus of money and underworld mafias. Underworld mafiasum വലിയ രീതിയിലുള്ള പൈസയും ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണ്. അത് ചെറിയൊരു വിഷയമല്ല. പിന്നെ എന്താ വേണ്ടത്? She points out that effective solutions require political willpower and strong coordination between law enforcement and film organizations. ഇതല്ലേ വേണ്ടത്?
ഇതല്ലേ വേണ്ടത്? ഈ പറഞ്ഞ കാര്യമല്ലേ വേണ്ടത്? ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും അതുപോലെ തന്നെ സിനിമ ഓർഗനൈസേഷൻസും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സിനിമാ ലോകത്തെ സഹായിക്കണം. എന്തുകൊണ്ട്? ഡയലോഗ് പറയുമ്പോൾ വെള്ളപ്പൊടി മേശയിൽ വീണു എന്ന് സിനിമ നടി വന്ന് പറയുന്നു, മറ്റൊരു നടി പറയുന്നു എനിക്ക് സമാനമായ അനുഭവം ഉണ്ടായി, പക്ഷെ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് തന്നെ പാക്ക് ചെയ്തു. വിച്ച് മീൻസ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പരാതിപ്പെടുന്ന നടിമാർക്ക് ഇനി മുതൽ അവസരങ്ങൾ വേണമെങ്കിൽ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല, അല്ലേ? അത്രയും ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ ലോകത്ത് സ്വാഭാവികമായും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വിൻസി അലോഷ്യസ് ആദ്യം പരാതിയും വസ്തുതയൊക്കെ പറഞ്ഞ് ഞാൻ ഇനി പ്രതിഭയാണെന്ന ഇളവ് വേണം എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയും ചെയ്തു. അങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പ്രതിഭ വെച്ച് തൂക്കി നോക്കിയിട്ടാണോ ഇളവ് തരേണ്ടത് എന്നുള്ളതൊക്കെ പൊതുസമൂഹം ചോദിക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ നിയമം ഇടപെടേണ്ട ഇടത്ത് അത്തരം പരാതികൾ മാധു, ഈ റിപ്പോർട്ടിൽ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത് ലാസ്റ്റ് സെന്റൻസ് അതാണ്. ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ്? നമ്മൾ ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെ നസീർ സാറിനെ പോലെ തിക്രുഷി സാറിനെ പോലെ എത്രയോ പ്രതിഭകളെ കണ്ടിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഇന്നലെ വന്ന ഷൈൻ ടോം ചാക്കോയാണോ ഈ കഞ്ചാവടിച്ച് അഭിനയിക്കുന്നവരാണോ സിനിമ ഉണ്ടാക്കിയത് മലയാളത്തിൽ? അല്ലല്ലോ. അപ്പൊ ഏത് തരത്തിലാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ പേരൊക്കെ പറഞ്ഞ് ഇവര് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഒരു മേഖലയിൽ ആക്ടർമാർ മാത്രമാണ് എന്നുള്ളതല്ലല്ലോ ഇപ്പോൾ തെളിയുന്നത്. സിനിമ ഉണ്ടാക്കുന്നവർ, മികച്ച സംവിധായകർ, ഹിറ്റ് നൽകാൻ കഴിയുന്ന സംവിധായകർ തന്നെ ഈ പട്ടികയിലാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് തങ്ങൾ ചെയ്യുന്ന അതേ കാര്യം ചെയ്ത നടന്മാരെ മാറ്റി നിർത്താൻ കഴിയുക? അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കൂടിയുണ്ട്.